അങ്ങ് ഡൽഹിയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? ഡൽഹിയിൽ ഇനി 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളോ 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളോ ഓടിക്കാൻ പറ്റില്ല. വണ്ടിയിൽ ഇന്ധനം അടിക്കാതെ എങ്ങനെ ഓടിക്കാനാ? അതായത് ഇനി പെട്രോൾ പമ്പിൽ നിന്ന് ഇത്രയും കാലപ്പഴക്കമുള്ള വണ്ടികൾക്കൊന്നും ഡീസലും പെട്രോളും കൊടുക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. EOL, അതായത് എൻഡ് ഓഫ് ലൈഫ് എന്ന ഒരു വിഭാഗത്തിൽപ്പെടുത്തി ഈ വണ്ടികളെയൊക്കെ ഡൽഹിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. പെട്രോൾ പമ്പിൽ പുതിയ ക്യാമറാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്പർ പ്ലേറ്റ് ഒക്കെ സ്കാൻ ചെയ്തിൻ്റെ പഴക്കമൊക്കെ നിർണ്ണയിക്കും. ഈ പഴയ വണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അനൗൺസ് ചെയ്യും, അവർ പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ ആ വണ്ടി ടോ ചെയ്ത് തൂക്കിക്കൊണ്ട് പോകാനുള്ള തുക വരെയും നമ്മൾ കൊടുക്കണം. ഇനിയിപ്പം ഇരുചക്ര വാഹനങ്ങളാണെങ്കിൽ 5000 രൂപ പിഴ കൊടുക്കണം. 4 ചക്ര വാഹനങ്ങളാണെങ്കിൽ 10000 രൂപ പിഴ കൊടുക്കണം. നമ്മളിങ്ങനെ ഓടിക്കുകയാണെങ്കിൽ, ഇത്രയും പഴക്കമുള്ള വണ്ടികൾ ഓടിക്കുകയാണെങ്കിൽ. ഇതുകൊണ്ട് ഗുണമുള്ളത് നമ്മുടെ കേരളത്തിൽ സെക്കൻഡ് സെയിൽ നടത്തുന്ന അണ്ണന്മാർക്കാണ്. ഇഷ്ടം പോലെ ഇന്നോവയും ഫോർച്യൂണറൊക്കെ ഇവിടെ ചാടുന്നുണ്ട്. അതിനൊക്കെ ഇവിടെ പിടിയാണ്. നല്ല വണ്ടി അവിടെ ഈ 10 വർഷം കൂടിയ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ അത്ര മോശമായിട്ടുള്ള വണ്ടികളൊന്നും അല്ല അവിടെ നിന്ന് വരുന്നത്. നോക്കിയെടുക്കണമെന്നേ ഉള്ളൂ. അപ്പം അതേപോലുള്ള വണ്ടികൾക്ക് ഇവിടെ നല്ല പിടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ സെക്കൻഡ് സെയിൽ നടത്തുന്ന അണ്ണന്മാർക്ക് ചാകരയാണ്. അണ്ണന്മാരോട് പറയാനുള്ളത്, ആളുകളെ കൊന്ന് കാശൊന്നും മേടിക്കരുത്. ഒരുപാട് വണ്ടികൾ അവിടെ നിന്ന് വരാനുള്ളതാണ്. സെക്കൻഡ് സെയിൽ വണ്ടികളൊക്കെ ആളുകളൊക്കെ മേടിക്കട്ടെ. എല്ലാവരുടെ വീട്ടിലും കാറൊക്കെ വരട്ടെ അല്ലേ? എന്തായാലും കൊള്ളാം. ഇനിയിപ്പം കേരളത്തിൽ വരുമോ ഇങ്ങനൊരു നിയമം? നമ്മളെ വണ്ടിയൊക്കെ തൂക്കി വയ്ക്കേണ്ടി വരുമോ? ആർക്കറിയാം.